ഹരി ഓം. കൃഷ്ണമന്റെ സത്സംഗ സമിതിയിലെ എല്ലാ സജ്ജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 1-ാം അധ്യായം 29-ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കുന്നു. നമ്മുടെ ക്ലാസ് നയിക്കുന്നത് ഡോക്ടർ പി.വി. വിശ്വനാഥൻ നമ്പൂരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. ഇയർഫോൺ പോയോ? ആ ഇയർഫോൺ കുരുങ്ങിപ്പോയതാ. ആ ശരി ശരി, ഞാൻ സ്വാഗതം ചെയ്ത് കേട്ടല്ലോ അല്ലേ? കേട്ടു. ശരി. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ നാമം. യം പ്രൗപ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതരേ ജുഹാവ ത്രേതി തന്മയതയാതരവോഭിനേദിസ്തം സർവഭൂതഹൃദയം മുന്മാനതസ്മി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ഭാഗവതം ചതുർത്ഥ സ്കന്ധം 1-ാം അധ്യായം 29-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പ്രവേശിക്കുന്നു. മൈത്രേയ ഉവാച. ഇതി തസ്യ വചഃ ശ്രുത്വാ ത്രയസ്തേ വിബുധർഷഭാ പ്രത്യാഹുശ്ലക്ഷണയാ വാചാ പ്രഹസ്യതമർഷിം പ്രഭോ. ഇങ്ങനെയുള്ള ഇതി തസ്യ വചഃ ശ്രുത്വാ, ഇങ്ങനെയുള്ള ആ മുനിയുടെ വാക്കുകൾ കേട്ടിട്ട് ത്രയഃ തേ വിബുധർഷഭാ, ആ 3 വിബുധർഷഭന്മാർ, ദേവ ഋഷഭന്മാർ, വിബുധൻ ദേവൻ, ഋഷഭൻ ശ്രേഷ്ഠൻ, ആ 3 ത്രിമൂർത്തികളാ ദേവശ്രേഷ്ഠന്മാരും പ്രത്യാഹു മറുപടി പറഞ്ഞു. ശ്ലക്ഷണയാ വാച, മധുരമായ വാക്യത്താൽ, ശ്ലക്ഷണമായ മധുരമായ മൃദുവായ കഠിനമല്ലാത്ത വാക്യത്താൽ, പ്രഹസ്യ ഒന്ന് പുഞ്ചരിച്ചിട്ട്, തം ഋഷിം പ്രത്യാഹു, ആ ഋഷിയോട് പറഞ്ഞു, ഹേ പ്രഭോ എന്ന് മൈത്രേയൻ വിതുരനെ സംബോധന ചെയ്താണ്. ഹേ പ്രഭുവായ വിതുര, അത്രിയുടെ സംശയത്തിന് രൂപമായ ഈ വാക്കുകളൊക്കെ കേട്ടപ്പോൾ ദേവാധിപന്മാരായ ആ 3 പേരും ഒന്ന് പുഞ്ചരിച്ചിട്ട് ഇങ്ങനെ അവരോട് മറുപടി പറഞ്ഞു. ഇതി തസ്യ വചഃ ശ്രുത്വാ ത്രയസ്തേ വിബുധർഷഭാ പ്രത്യാഹുശ്ലക്ഷണയാ വാചാ പ്രഹസ്യതമർഷിം പ്രഭോ. ഹേ പ്രഭോ, തസ്യ ഇതി വചഃ ശ്രുത്വാ വിബുധർഷഭാഃ തേ ത്രയഃ പ്രഹസ്യ ശ്ലക്ഷണയാ വാചാ തം ഋഷിം പ്രത്യാഹു. ഇതി തസ്യ വചഃ ശ്രുത്വാ ത്രയസ്തേ വിബുധർഷഭാ പ്രത്യാഹുശ്ലക്ഷണയാ വാചാ പ്രഹസ്യതമർഷിം പ്രഭോ. ദേവാഊചുഃ, ദേവന്മാരുടെ വാക്കുകളാണ്. യഥാ കൃതസ്തേ സങ്കൽപ്പോ ഭാവ്യം തേനൈവ നാന്യഥാ സത്സങ്കൽപ്പസ്യ തേ ബ്രഹ്മൻ യദ്വൈ ധ്യായതേ വയം. യഥാ കൃതഃ തേ സങ്കൽപ്പഃ, എപ്രകാരമാണോ താങ്കളുടെ സങ്കല്പമുള്ളത്, കൃതഃ ചെയ്യപ്പെട്ടത്, തേ സങ്കല്പഃ, അങ്ങയുടെ സങ്കല്പം എപ്രകാരമാണോ ചെയ്തത്, ഭാവ്യം ഭവിക്കും, ഭവിക്കാൻ പോകുന്നു, തേന ഏവ അങ്ങനെ തന്നെ, അതുകൊണ്ട് തന്നെ, ന അന്യഥ മറ്റു പ്രകാരത്തിൽ വരില്ല. അങ്ങയുടെ സങ്കല്പത്തിനനുസരിച്ച് ഏതു വിധമാണോ അങ്ങ് സങ്കല്പിച്ച് അതുപോലെ തന്നെ ഭവിക്കണമല്ലോ, അതിന് മാറ്റം വരില്ല. അല്ലെങ്കിൽ ആ സങ്കല്പം സത്യമായി വന്നില്ല എന്ന് ദോഷം വരും.
അത്രി മഹർഷിയെ പോലുള്ള ഒരാൾ സങ്കല്പിച്ചാൽ ആ സങ്കല്പം സത്യമാവണം. ആയില്ലെങ്കിൽ ഋഷിമാർ സത്യസങ്കല്പന്മാരാണ് എന്ന് പറയാൻ പറ്റാണ്ടാവും. അതുകൊണ്ട് അങ്ങ് മനസ്സിൽ എന്താണോ സങ്കല്പിച്ചത് അങ്ങ് തന്നെ സംഭവിക്കും. സത്സങ്കല്പസ്യതേ ബ്രഹ്മൻ യദ്വൈ ധ്യായതേ വയം. സത്സങ്കല്പസ്യ, സത്തായ സങ്കല്പം. അങ്ങയുടെ സങ്കല്പങ്ങൾ സത്താണ്, ഉള്ളതാണ്, സത്യം ഉള്ളതാണ്. അതുകൊണ്ട് ഹേ ബ്രഹ്മൻ, തേ സത്യസങ്കല്പസ്യ തേ യത് വൈ ധ്യായതി. അതുകൊണ്ട് തന്നെയല്ലേ ധ്യാനിച്ചപ്പോൾ ഞങ്ങൾ മുമ്പിലേക്ക് വന്നത്. അങ്ങ് സങ്കല്പത്തിൽ ഞങ്ങളെ ധ്യാനിച്ചപ്പോൾ സത്യമായി തീർന്നില്ലേ, ഞങ്ങളുടെ മുമ്പിൽ വന്നില്ലേ. അപ്പൊ അങ്ങയുടെ സങ്കല്പങ്ങൾ ശരിയാകും എന്ന് വിചാരിച്ചോളൂ, അല്ലെ ഞങ്ങൾ വരികയില്ലായിരുന്നല്ലോ. അപ്പം അങ്ങയുടെ സങ്കല്പം സത്യമാണെന്നതിന് ഒന്നാമത്തെ തെളിവാണ് ദാ ഞങ്ങൾ അങ്ങയുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നു. സത്യസങ്കല്പസ്യത്തെ ബ്രഹ്മൻ യദ്വൈ ധ്യായതി തേ വയം. ഞങ്ങളെ എങ്ങനെ ധ്യാനിച്ചുവോ അതനുസരിച്ച് ഞങ്ങൾ മൂവരും അങ്ങയുടെ മുമ്പിലേക്ക് വന്നില്ലേ. ഇതുപോലെ അങ്ങയുടെ സങ്കല്പം എന്തോ അതനുസരിച്ച് ഭാവിയിൽ എല്ലാം നടക്കുകയെന്ന് ചെയ്യും എന്ന് അനുഗ്രഹിച്ചു. യഥാഗതസ്തേ സങ്കല്പോ ഭാവ്യം തേനൈവ നാന്യഥാം സത്സങ്കല്പസ്യതേ ബ്രഹ്മൻ യദ്വൈ ധ്യായതി തേ വയം. ഹേ ബ്രഹ്മൻ, തേ സങ്കല്പഃ യഥാ കൃതഃ തേന ഏവ ഭാവ്യം ന അന്യഥാ. സത്യസങ്കല്പസ്യ തേ യത് ധ്യായതി തേ വയം. യഥാഗതസ്തേ സങ്കല്പോ ഭാവ്യം തേനൈവ നാന്യഥാ സത്സങ്കല്പസ്യതേ ബ്രഹ്മൻ യദ്വൈ ധ്യായതി തേ വയം. യഥാഗതസ്തേ സങ്കല്പോ ഭാവ്യം തേനൈവ നാന്യഥാ സത്സങ്കല്പസ്യതേ ബ്രഹ്മൻ യദ്വൈ ധ്യായതി തേ വയം. അഥ അസ്മദംശഭൂതാസ്തേ ആത്മജാലോകവിശ്രുതാ ഭവിതാരോംഗ ഭദ്യന്തേ വിസ്രപ്സ്യന്തി യശഃ. അഥ അസ്മദംശഭൂതാഃ തേ, നിങ്ങൾ മൂവരും അസ്മദ് അംശഭൂതാഃ, ഞങ്ങളുടെ അംശത്തിനുണ്ടായവരാണ്. അഥ അസ്മദ് അംശഭൂതാഃ തേ ആത്മജാഃ, ആ ആത്മജന്മാർ ലോകവിശ്രുതാഃ, ലോകത്തിൽ കീർത്തിയുള്ളവരായി തന്നെ ഭവിക്കും. ലോകവിശ്രുതാഃ ഭവിതാരോ, ഭവിതാരഃ ഭവിക്കട്ടെ. ഭാവികാലത്തിലാണ്, അതുകൊണ്ടാണ് ഭവിത, ഭവിതാരോ, ഭവിതാരഃ അംഗ സംബോധനയാണ്. പൂജ്യ എന്നർത്ഥം. അങ്ങ് ലോകവിശ്രുതനായിട്ട് ഭവിക്കുക തന്നെ ചെയ്യും എന്ന് അനുഗ്രഹിച്ചു. ഭദ്രം തേ, അങ്ങയ്ക്ക് മംഗളമുണ്ടാകട്ടെ. തേ യശഃ ച വിസ്രപ്സ്യന്തി, അങ്ങയുടെ യശസ് വിസ്തരിക്കപ്പെടും. വിസ്രപ്സ്യന്തി എന്നുവെച്ചാൽ വിസ്തരിക്കുക. അങ്ങയുടെ കീർത്തി, അങ്ങയുടെ യശസ് ലോകമെമ്പാടും വിസ്തരിച്ച് വളർന്ന് പന്തലിക്കും. നിങ്ങൾ കീർത്തിമാന്മാരായ 3 പുത്രന്മാർ അങ്ങേക്കുണ്ടാകും. അവർ അങ്ങയുടെ കീർത്തിയെ ലോകത്ത് പരത്തും. അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. അഥാസ്മദംശഭൂതാസ്തേ ആത്മജാലോകവിശ്രുതാം ഭവിതാരോംഗഭദ്രം തേ വിസ്രപ്സ്യന്തി ച തേ യശാം. ഹേ അംഗ, അഥ അസ്മദംശഭൂതാഃ ലോകവിശ്രുതാഃ തേ ആത്മജാഃ ഭവിതാരഃ തേഷഃ വിസ്രപ്സ്യന്തി തേ മംഗളം. അഥാസ്മദംശഭൂതാസ്തേ ആത്മജാലോകവിശ്രുതാം ഭവിതാരോംഗഭദ്രം തേ വിസ്രപ്സ്യന്തി ച തേഷാം. അഥാസ്മദംശഭൂതാസ്തേ ആത്മജാലോകവിശ്രുതാം ഭവിതാരോംഗഭദ്രം തേ വിസ്രപ്സ്യന്തി ച തേ യശാം. ഏവം കാമവരം ദത്വാ പതിജഗ്മുഃസുരേശ്വരാം സ്വഭാജിതാസ്തയോ സമ്യക് ദമ്പത്യോർമിഷതോസ്തതാം. ഏവം കാമവരം ദത്വാ,
ഇങ്ങനെ ഇഷ്ടപ്പെട്ട വരം കൊടുത്തിട്ട്, കാമിക്കുന്ന വരം കൊടുത്തിട്ട് പ്രതിജഗ്മുഹു തിരിച്ചുപോയി. ഫുരേശ്വരാഹ, ആ ദേവശ്രേഷ്ഠന്മാർ 3 പേരും തിരിച്ചുപോയി. ഫഭാജിതാഹ തതയോഹോ, ഫൽക്കരിക്കപ്പെട്ടവരായ ആ ഫുരേശ്വരന്മാർ. ഫഭാജിതാഹ ഫുരേശ്വരാഹ പ്രതിജഗ്മുഹു തയോഹോ ദമ്പത്യോഹോ സമ്യക് മിഷതോഹോ തതഃ. അനന്തരം ആ 2 ദമ്പതിമാരാൽ ഫൽക്കരിക്കപ്പെട്ടവരായ ഫുരീശ്വരന്മാർ അവർ നോക്കി നിൽക്കെ തിരിച്ചുപോയി. മിഷതോഹ്, മിഷതഹൽ നോക്കി നിൽക്കൻ, കണ്ണു വീഴ്ച നിൽക്കുന്നതിന്റെ പേരാണ് മിഷതോഹ്, നോക്കി നിൽക്കൻ. ദമ്പത്യോഹു മിഷതോഹു, ആ 2 ദമ്പതിമാർ നോക്കി നിൽക്കെ അവരാൽ ഫൽക്കരിക്കപ്പെട്ട് പൂജിച്ചവരായ ഫഭാജിതാഹ ഫുരേശ്വരാഹ, ഫഭാജിതന്മാർ, ഫൽക്കരിക്കപ്പെട്ടവർ, പൂജിക്കപ്പെട്ടവർ ആയ ആ ഫുരേശ്വരന്മാർ കാമവരം ദത്വ പതിജിഗ്മു, ഇഷ്ടപ്പെട്ട വരം കൊടുത്തിട്ട് അവർ തിരിച്ചുപോയി. ഏവം കാമവരം ദത്വാ പതിജഗ്മു ഫുരേശ്വരാം ഫഭാജിതാസ്തയോ സമ്യക് ദമ്പത്യോർമിഷതോസ്തതാം. ഏവം കാമവരം ദത്വാ തയോഹ ദമ്പത്യോഹ ഫഭാജിതഃ ഫുരേശ്വരാഹ മിഷതോഹ തതഃ പ്രതിജഗ്മുഃ. ഏവം കാമവരം ദത്വാ പ്രതിജഗ്മുഃ ഫുരേശ്വരാം ഫഭാജിതാസ്തയോ സമ്യക് ദമ്പത്യോർമിഷതോസ്തതാം. ഏവം കാമവരം ദത്വാ പ്രതിജഗ്മുഃ ഫുരേശ്വരാം ഫഭാജിതാസ്തയോ സമ്യക് ദമ്പത്യോർമിഷതോസ്തതാം. സോമോഭൂത് ബ്രഹ്മണംശേന ദത്തോ വിഷ്ണോസ്തു യോഗവിത് ശങ്കരഭ്യംശോ നിബോധങ്കിരഫ പ്രജാഹം. സോമോ ബ്രഹ്മണ അംശേന അഭൂത്, സോമൻ ബ്രഹ്മത്തിന്റെ അംശത്താൽ അഭൂത് ഭവിച്ചു. ബ്രഹ്മത്തിന്റെ അംശത്താൽ സോമനുണ്ടായി. സോമൻ ചന്ദ്രൻ. ദത്തഃ, ദത്തൻ വിഷ്ണുസ്തു യോഗവിത്ത്, യോഗവിത്തായ ആ ദത്തൻ, യോഗങ്ങളെ അറിയുന്നവനായ ദത്തൻ വിഷ്ണുവിന്റെ അംശത്താൽ ആയി. ദുർവാസാഹ ശങ്കരഫ്യ അംശ, ദുർവാസാവ് ശങ്കരന്റെ അംശവുമായി. നിബോധ, അറിയൂ. അങ്കിരസ പ്രജാഹ, അങ്കിരസിൽ നിന്നുണ്ടായ ഈ പ്രജകളെ ഇങ്ങനെയൊക്കെ അറിഞ്ഞാലും എന്ന്. സോമോഭൂത് ബ്രഹ്മണോംശേന ദത്തോ വിഷ്ണുസ്തു യോഗവിൽ ദുർവാസാശങ്കരഫ്യംശോ നിബോധ അങ്കിരസ പ്രജാഹം. ബ്രഹ്മണ അംശേന സോമഃ അഭൂത് വിഷ്ണോഃ തു യോഗവിത്ത് ദത്തഃ ദുർവാസാഃ ശങ്കരസ്യ അംശഃ ആംഗിരസഃ പ്രജാഃ നിബോധ. ഇങ്ങനെ അങ്കിരസിൽ നിന്നുണ്ടായ വംശപരമ്പരകൾ ഞാൻ പറയാം, കേട്ടോളൂ. സോമോഭൂത് ബ്രഹ്മണോംശേന ദത്തോ വിഷ്ണോസ്തു യോഗവിത് ദുർവാസാ ശങ്കരഫ്യംശോ നിബോധ അങ്കിരസ പ്രജാ. സോമോഭൂത് ബ്രഹ്മണോംശേന ദത്തോ വിഷ്ണോസ്തു യോഗവിൽ ദുർവാസാ ശങ്കരഫ്യംശോ നിബോധ അങ്കിരസ പ്രജാഹം. ശ്രദ്ധാത്വങ്കിരസ പത്നി ചതസ്രോസൂതകന്യകാഹം ഫിനീവാലീ കുഹൂരാക ചതുർത്ഥർമതിസ്തഥാം. അങ്കിരസിന്റെ പത്നിയായ ശ്രദ്ധാതു ആകട്ടെ, അങ്കിരസ പത്നി ശ്രദ്ധാതു, അങ്കിരസിന്റെ പത്നിയായ ശ്രദ്ധയാകട്ടെ, ചതസ്രോ അസൂത കന്യകാഹ, 4 കന്യകമാരെ പ്രസവിച്ചു. ചതസ്രഹ 4, അസൂത പ്രസവിച്ചു, കന്യകാഹ കന്യകമാരെ, 4 കന്യകമാരെ പ്രസവിച്ചു. ഫിനീവാലി, കുഹു, രാഗ, 4-മത്തേത് അനുമതി എന്നിങ്ങനെ 4 പേർ. അങ്കിരസിന്റെ ധർമ്മപത്നിയായ ശ്രദ്ധയാണ് 4 കന്യകമാരെ പ്രസവിച്ചത്. ഒന്ന് കൃഷ്ണപക്ഷ ചതുർദശിയിലെ ദേവതയായ ഫിനീവാലി.
കൃഷ്ണപക്ഷമല്ല, കൃഷ്ണപക്ഷത്തിലെ ചതുർദശി 14-ാം ദിവസം. ഓരോന്നിനും ഓരോ ദേവതമാരുണ്ട്. രണ്ടു പക്ഷങ്ങളിലുമുള്ള ചന്ദ്രന്റെ കലകളെ വെച്ചുകൊണ്ട് ഈ ഓരോന്നിനും പേരുകളുണ്ട്. അതിൽ കൃഷ്ണപക്ഷ ചതുർദശിയുടെ ദേവത ഫിനിവാലിയാണ്. അമാവാസിയുടെ ദേവത കുഹു ആണ്. ഫിനിവാലി, കുഹു, രാഗ. രാഗ എന്ന് വെച്ചാൽ വെളുത്തവാവ്. ആ പൂർണ്ണമാഫിയുടെ രാഗയുടെ അധിദേവതമാർ രണ്ടുപേരാണ്. അവര് എന്താണ്? ചതുർത്ഥി അനുമതിസ്തഥ. അനുമതി എന്നും രാഗ പൂർണ്ണേന്ദ്രനാണ്. രാഗ എന്നിങ്ങനെ 4 കന്യകമാര് ശ്രദ്ധയുടെ പുത്രിമാരാണ്. ഫൽക്കർമ്മങ്ങളെ നടത്താൻ വേണ്ടി 2 പക്ഷങ്ങളിലും ചതുർദശി, പഞ്ചദശി എന്ന തിഥികളുടെ ദേവതയാണിവർ. ഈ ദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ആ ദിവസം കർമ്മങ്ങൾ ചെയ്യാൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഒന്ന് ഫിനിവാലി, പിന്നൊന്ന് കുഹു, രണ്ടും കൃഷ്ണപക്ഷമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നൊന്ന് രാഗ, അനുമതി, അവർ രണ്ടുപേരും ശുക്ലപക്ഷമായിട്ട് ബന്ധപ്പെട്ടവരാണ്. ശ്രദ്ധത്വങ്കിരസപത്നേ ചതഫ്രോഭൂതകന്യകാം ഫിനിവാലി കുഹു രാഗാം ചതുർത്ഥനുമതിസ്തദാം. അങ്കിരസഃ പത്നി ശ്രദ്ധാതു ചതസ്രഃ കന്യകാഃ അഭൂത ഫിനിവാലി കുഹു രാഗ ചതുർത്ഥി അനുമതിഃ തഥാ. ശ്രദ്ധത്വങ്കിരസപത്നേ ചതസ്രോഭൂതകന്യകാം ഫിനിവാലി കുഹു രാഗ ചതുർത്ഥനുമതിസ്തഥാം. ശ്രദ്ധത്വങ്കിരസപത്നേ ചതസ്രോഭൂതകന്യകാം ഫിനിവാലി കുഹു രാഗ ചതുർത്ഥനുമതിസ്തഥാം. തത്പുത്രാവപരാവാംസ്താം ഖ്യാതോ ഫാരോജുഷേന്ദരേ ഉദധ്യോ ഭഗവാൻ സാക്ഷാൽ ബ്രഹ്മിഷ്ഠശ്ച ബൃഹസ്പതി. തത്പുത്രവും അവന്റെ പുത്രന്മാരായിട്ട് 4 കന്യകമാരെ കൂടാതെ അംഗീരസിന് 2 പുത്രന്മാരും ഉണ്ടായി. തത്പുത്രവും അവന്റെ ആ പുത്രന്മാരാകട്ടെ അപരവും അന്യന്മാരായ 2 പേർ. പുത്രവും അപരവും ആസ്ത. പുത്രാവ് അപരാവാസ്താം എന്ന് സന്ധി ചേർന്ന് വരുന്നതാണ്. തത്പുത്രവും അപരവും ആസ്ത. അവന്റെ പുത്രന്മാരായിട്ട് അപരന്മാരായ 2 പേർ ആസ്താം ഉണ്ടായിരുന്നു. 2 പേർ എന്നുള്ള ദ്വിവചനം കൊണ്ട് കിട്ടുന്ന ഖ്യാതവും എല്ലാം ദ്വിവചനമാണ്. 2 പേരെന്ന് അർത്ഥായി. കീർത്തിയുള്ളവരാണ്. സ്വാരോജുഷേ അന്തരെ. അവര് സ്വാരോജുഷമന്വന്തരത്തിൽ പ്രസിദ്ധന്മാരായിട്ട് തീരും. സ്വാരോജുഷേ അന്തരെ. സ്വാരോജുഷൻ ഒരു മനുവിന്റെ പേരാണ്. അന്തരം കാലമാണ്. സ്വാരോജുഷേ അന്തരെ 14 മനുക്കൾ ഒരാളുടെ പേരാണ് സ്വാരോജുഷമൻ. ആ മനുവിന്റെ കാലത്തിൽ അവർക്ക് കീർത്തിയുള്ളവരായിട്ട് വരും ഈ 2 പുത്രന്മാർ. ഉദധ്യു ഭഗവാൻ സാക്ഷാത്. ഇനിയും ഉദധ്യനും ബ്രഹ്മജ്ഞന്മാരിൽ വെച്ച് സുപ്രസിദ്ധനുമായ ബൃഹസ്പതിയുമാണ് ആ 2 പുത്രന്മാർ. ഒരാളുടെ പേര് ഉദധ്യൻ. ഭഗവാൻ സാക്ഷാത് ബ്രഹ്മിഷ്ഠച്ച ബൃഹസ്പതി. അപ്പൊ ഇദ്ദേഹത്തിന്റെ 2 പുത്രന്മാർ, 4 പുത്രിമാർ, 2 പുത്രന്മാർ. 2 പുത്രന്മാരിൽ ഒന്ന് ഉദധ്യൻ എന്ന ഋഷി, രണ്ടാമത്തെ ആള് ദേവഗുരുവായ ബൃഹസ്പതി. തത്പുത്ര അവപരാവാസ്തം ഖ്യാതോ ഫാരോജിഷേന്ദരേ ഉദധ്യോ ഭഗവാൻ സാക്ഷാത് ബ്രഹ്മിഷ്ഠശ്ച ബൃഹസ്പതി. തത്പുത്രവും അപരവും ആസ്ത. സ്വാരോജിഷേ അന്തരേ ഖ്യാതൗ. ബ്രഹ്മിഷ്ഠ ഭഗവാൻ ഉദധ്യ സാക്ഷാത് ബ്രഹ്മിഷ്ഠ ബൃഹസ്പതി ച. തത്പുത്ര അവപരാവാസ്തം ഖ്യാതോ ഫാരോജിഷേന്ദരേ ഉദധ്യോ ഭഗവാൻ സാക്ഷാത് ബ്രഹ്മിഷ്ഠശ്ച ബൃഹസ്പതി. തത്പുത്രാവപരാവാസ്താം വായിക്കുമ്പോൾ തത്പുത്രാവപരാവാസ്താം ഒന്നിച്ചു കൂട്ടിയേർത്ത് വായിക്കാം. പക്ഷെ പഠിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി തത്പുത്രവും അപരവും ആസ്താം എന്നെ ചൊല്ലിപ്പഠിക്കണം.
എന്നിട്ട് വായിക്കുമ്പോൾ അങ്ങനെ വായിക്കരുത്. തത്പുത്ര അവപരാവാസ്താം ഖ്യാതോ ഫാരോജിഷേന്തരേ ഉദധ്യോ ഭഗവാൻ സാക്ഷാത് ബ്രഹ്മിഷ്ഠശ്ച ബൃഹസ്പതി പുലസ്ത്യോജനയത് പത്ന്യാം അഗസ്ത്യം ച ഹവിർഭുവി സ്വന്യജന്മനി ദഹ്രാഗ്നർ വിശ്രവാശ്ച മഹാതപാഹം. പുലസ്ത്യോ അജനയത്, ബ്രഹ്മാവിന്റെ 4ാമത്തെ പുത്രനായ പുലസ്ത്യനെ അജനയത് ജനിപ്പിച്ചു, പത്നിയാം പത്നിയിൽ അഗസ്ത്യം ച അഗസ്ത്യനെ. അപ്പൊ ബ്രഹ്മാവിന്റെ 4ാമത്തെ പുത്രൻ പുലസ്ത്യനാണ്. ആ സപ്തർഷിമാരുടെ ഓരോരുത്തരുടെയും പേരും അവരുടെ വംശപരമ്പരയും പറഞ്ഞുകൊണ്ട് വരികയാണ്. പുലസ്ത്യന്റെ പത്നിയിൽ ഹവിർഭൂ എന്നാണ് പത്നിയുടെ പേര്. ഹവിർഭുവി പത്നിയിൽ, ഹവിർഭൂ എന്ന പത്നിയിൽ, സപ്തമി പറഞ്ഞ ആളുകൊണ്ട്, അഗസ്ത്യൻ അഗസ്ത്യനെ. പുലസ്ത്യന്റെ പത്നി ഹവിർഭൂവാണ്. അവരിലുണ്ടായ പുത്രനാണ് അഗസ്ത്യൻ. അവൻ അഗസ്ത്യനെന്നും സോ അന്യജന്മനി ദഹ്രാഗ്നിർ വിശ്രവാശ്ച മഹാതപാഹ. അന്യജന്മനി അവൻ മറ്റു ജന്മത്തിൽ, സഹ അവൻ അന്യജന്മനി മറ്റു ജന്മത്തിൽ, ദഹ്രാഗ്നി ദഹ്രാഗ്നി ജഠരാഗ്നി, ജഠരത്തിൽ ഭക്ഷണം ദഹിപ്പിക്കാനുള്ള അഗ്നിയുടെ പേരാണ് ദഹ്രാഗ്നി. ഹേ ദഹ്രാഗ്നിയായിട്ട് ഭവിച്ചു. മഹാതപാഹ വലിയ തപസ്സോടുകൂടിയ, വിശ്രവാഹ വിശ്രവസും തഥ. വിശ്രവസ് എന്ന പേരായ അഗസ്ത്യൻ എന്നും വിശ്രവസ് എന്നും പേരായ 2 പുത്രന്മാരുണ്ടായി. അവരിൽ അഗസ്ത്യൻ എല്ലാ സകല ശരീരത്തിൻ്റെയും ഉള്ളിലുള്ള ജഠരാഗ്നിയുടെ അവതാരമാണ്. പുലസ്ത്യൻ മഹാതപസ്യായിരുന്നു. ഇങ്ങനെയാണ് 2 പേര്. എന്താ പുലസ്ത്യോ ഹവിർഭുവി പത്ന്യാം അഗസ്ത്യം അജനയത് സഹ അന്യജന്മനി ദഹ്രാഗ്നി മഹാതപാഹ വിശ്രവാൻ ച. പുലസ്ത്യോ ജനയത് പത്ന്യാമഗസ്ത്യം ച ഹവിർഭുവി ശൂന്യജന്മനി ദഹ്രാഗ്നർ വിശ്രവാശ്ച മഹാതപാഹം. പുലസ്ത്യോ ജനയത് പത്ന്യാമഗസ്ത്യം ച ഹവിർഭുവി ശൂന്യജന്മനി ദഹ്രാഗ്നർ വിശ്രവാശ്ച മഹാതപാഹം. തസ്യ യക്ഷപതിർദേവ കുബേരസ്തുലവിലാസുത രാവണ കുംഭകർണശ്ച തഥാ അന്യഭ്യം വിഭീഷണാം. തസ്യ അവന്, അതിൽ വിശ്രവസിനെ, പുലസ്ത്യപുത്രനായ വിശ്രവസിനെ, യക്ഷപതിർദേവ കുബേരഃ തു ഇടവിടാസുത. ആ വിശ്രവസിനെ ഇടവിട എന്ന പത്നിയിൽ ഉണ്ടായ പുത്രനാണ് കുബേരൻ. യക്ഷപതി, യക്ഷന്മാരുടെ പതിയായ കുബേരഃ തു ഇടവിടാസുത. വിശ്രവസിന് ഇടവിട എന്ന പത്നിയിലുണ്ടായ രാജാവാണ് കുബേരൻ. കുബേരഃ ദേവ, കുബേരൻ എന്ന ദേവനാണ്. അന്യഭ്യാം മറ്റൊരു പത്നിയിൽ രാവണ കുംഭകർണശ്ച, രാവണനും കുംഭകർണനും. അന്യഭ്യാം വിഭീഷണ, മറ്റൊരു പത്നിയിൽ വിഭീഷണനും ഉണ്ടായി. അപ്പൊ ഇടവിടയിൽ ജനിച്ച പുത്രൻ കുബേരൻ. ഇടവിട കൂടാതെ മറ്റൊരു പത്നിയുണ്ട്, കേശിനി എന്നാണ്. അത് ദേവവർഗത്തിൽ ഉൾപ്പെട്ടവരും യക്ഷരാജാവുമാകുന്നു. കേശിനിയിലെ രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ എന്നു പേരായ 3 പുത്രന്മാരുണ്ടായി. മറ്റൊരു പേര് കൈകഫി എന്ന് നമ്മൾ പിന്നീട് അറിയപ്പെട്ടതാണ്. തഫ്യക്ഷപതിർദേവ കുബേരസ്ത്രിടവിടാസുതാം രാവണ കുംഭകർണശ്ച തഥാ അന്യഭ്യം വിഭീഷണാം. തഫ്യക്ഷപതി ഇടവിടാസുതഃ കുബേരഃ ദേവഃ അന്യഭ്യാം രാവണഃ കുംഭകർണഃ വിഭീഷണഃ ജാതഃ. തഫ്യക്ഷപതിർദേവ കുബേരസ്ത്രിടവിടാസുതാം രാവണ കുംഭകർണശ്ച തഥാ അന്യഭ്യം വിഭീഷണാം.
പുലഹഫ്യഗതിർഭാര്യ സ്ത്രീനഭൂതഫലീഫുതാൻ കർമ്മശ്രേഷ്ഠം വരീയം സംഫഹിഷ്ണും ച മഹാമതേ. ഇനി അടുത്ത ആള് പുലഹൻ. ബ്രഹ്മാവിന്റെ 5-ാമത്തെ പുത്രനാണ് പുലഹൻ. പുലഹന്റെ പത്നിയുടെ പേര് ഗതി എന്നാണ്. പുലഹഫ്യഗതിർ ഭാര്യ, പുലഹന്റെ ഭാര്യ ഗതിയാണ്. അത് സ്ത്രീൻ അഫൂത ഫതി ഫുതാൻ. ഫതിയായ ആ ഗതി 3 പുത്രന്മാരെ ജനിപ്പിച്ചു. ബ്രഹ്മാവിന്റെ 5-ാമത്തെ പുത്രനായ പുലസ്ത്യന് ഗതി എന്ന പതിവ്രതയായ ഗതി എന്ന ഭാര്യയിൽ 3 പുത്രന്മാരുണ്ടായി. താഴെ പറയുന്ന പേര് കർമ്മശ്രേഷ്ഠം വരീയാംസം ഫഹിഷ്ണും ച മഹാമതേ. ഒരാളുടെ പേര് കർമ്മശ്രേഷ്ഠൻ, മറ്റേയാളുടെ പേര് വരീയാൻ, അടുത്ത ആളുടെ പേര് ഫഹിഷ്ണു എന്ന് 3 പുത്രന്മാർ. കർമ്മശ്രേഷ്ഠം വരീയാംസം ഫഹിഷ്ണും ച മഹാമതേ. പുലഹഫ്യ ഭാര്യ ഫതി ഗതി സ്ത്രീൻ ഫുതാൻ അഫൂതം കർമ്മശ്രേഷ്ഠം വരീയാംസം ഫഹിഷ്ണും ച ഹേ മഹാമതേ. പുലഹഫ്യഗതിർഭാര്യാതേന ഫൂതഫുതാൻ അഫൂതഫലീഫുതാൻ കർമ്മശ്രേഷ്ഠം വരീയാംസം ഫഹിഷ്ണും ച മഹാമതേ. പുലഹഫ്യഗതിർഭാര്യാതേന ഫൂതഫലീഫുതാൻ കർമ്മശ്രേഷ്ഠം വരീയാംസം ഫഹിഷ്ണും ച മഹാമതേ. കൃതോരവിക്രിയാ ഭാര്യ വാലഖില്യാനഫൂയതാം ഋഷീൻ ഷഷ്ടിഫഹഫ്രാണി ജ്വലതോ ബ്രഹ്മതേജസാം. ക്രതോഹോ, ബ്രഹ്മാവിന്റെ 6-ാമത്തെ പുത്രന്റെ പേര് ക്രതു എന്നാണ്. ആ ക്രതുവിന്റെ ഭാര്യയുടെ പേര് ക്രിയ എന്നാണ്. ക്രതോഹോ അഭി ഭാര്യ ക്രിയ. ക്രതുവിന്റെ ഭാര്യ ക്രിയയാണ്. ആ ക്രിയ വാലഖില്യാൻ അഫൂയത, വാലഖില്യന്മാരെന്ന പ്രസിദ്ധന്മാരായ ഋഷിമാരെ പ്രസവിച്ചു. ഷഷ്ടിഫഹഫ്രാണി 66,000 പേരുണ്ട്. ജ്വലതോ ബ്രഹ്മതേജസ, ബ്രഹ്മതേജസ് കൊണ്ട് ജ്വലിക്കുന്നവരായ, നല്ല വേദ അധ്യയനം കൊണ്ട് മുഖത്ത് നല്ല പ്രസന്നതയോടുകൂടി ജ്വലിക്കുന്നവരാണ്. ശരീരത്തിന് കാന്തിയുള്ളവരാണ്. വേദങ്ങളിൽ നിന്നും മന്ത്രത്തെ കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമാഹാത്മ്യമുള്ളവരാണ്. അവരെയാണ് വാലഖില്യന്മാർ എന്ന് പറയുന്നത്. അവര് 60,000 ഋഷിമാരെ അങ്ങനെ അവൾ പ്രസവിച്ചു. ക്രതുവിന് ക്രിയയിൽ ഷഷ്ടിസഹസ്രാൻ 60,000 ഋഷിമാരെ വാലഖില്യന്മാരെന്നാണ് അവർക്ക് പേര്. ക്രതോരവിക്രിയാ ഭാര്യ വാലഖില്യാനഫൂയതാം ഋഷീൻ ഷഷ്ടിസഹസ്രാണി ജ്വലതോ ബ്രഹ്മതേജസാം. ക്രതോഹ ഭാര്യ ക്രിയ ബ്രഹ്മതേജസ ജ്വലതഃ വാലഖില്യാൻ ഷഷ്ടിസഹസ്രാണി ഋഷീൻ അഫൂയത. ക്രതോരവിക്രിയാ ഭാര്യ വാലഖില്യാനഫൂയതാം ഋഷീൻ ഷഷ്ടിസഹസ്രാണി ജ്വലതോ ബ്രഹ്മതേജസാം. ക്രതോരവിക്രിയാ ഭാര്യ വാലഖില്യാനഫൂയതാം ഋഷീൻ ഷഷ്ടിസഹസ്രാണി ജ്വലതോ ബ്രഹ്മതേജസാം. ഊർജായം ജക്കിരേ പുത്രാവശിഷ്ടസ്യ പരന്തപാം ചിത്രകേതു പ്രധാനാസ്തേ സപ്തബ്രഹ്മർഷയോ മലാഹം. അടുത്ത വസിഷ്ഠന് ഊർജയിൽ ചിത്രകേതു പ്രധാനാഹ, ചിത്രകേതു എന്ന പ്രധാനത്തോടുകൂടി പുത്രന്മാർ യജ്ഞരെ ജനിച്ചു. വസിഷ്ഠന്റെ ഭാര്യ ഊർജ, അവൾക്ക് അരുന്ധതി എന്നൊരു പേരും കൂടിയുണ്ട്. ആ ഊർജയിൽ 7 പുത്രന്മാരുണ്ടായി. അവരിൽ ജ്യേഷ്ഠപുത്രന് ചിത്രകേതു എന്ന പേരാണ്. ഇവർ 3-ാമത്തെ മന്വന്തരത്തിൽ പരിശുദ്ധന്മാരായ 7 ബ്രഹ്മർഷികളാകും. ഇനിയും മന്വന്തരങ്ങൾ മാറുമ്പോൾ മനുക്കൾ മാറുക മാത്രമല്ല, സപ്തർഷിമാര് മാറും, ഇന്ദ്രൻ മാറും. അപ്പം 14 മന്വന്തരങ്ങളിൽ 14 പേരുള്ള സപ്തർഷിമാരാണ്. നമുക്കറിയാവുന്ന സപ്തർഷിമാർ ഈ ഒരു മന്വന്തരത്തിൽ മാത്രമേ ഉള്ളൂ. അവർ മാറും. ഇന്ദ്രന് മാറും, ഇന്ദ്രന്റെ പേര് മാറും. ഇവരിങ്ങനെ മാറി മാറി വരുന്നവരാണ്.
മാറ്റമില്ലാത്തവര് സനകാദികൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർ മാറി വരുന്നവരാണ്. പ്രജാപതിമാരും ഇന്ദ്രാദികളും ഒക്കെ മാറും. അതുകൊണ്ടാണ് ഇവിടെ ഊർജായം ജഗ്നിരേ പുത്രാവശിഷ്ടഫ്യപരന്തവാം ചിത്രകേതു പ്രധാനാസ്തേ സപ്തബ്രഹ്മർഷയോമലാഹ വസിഷ്ഠസ്യാം ഊർജായം ചിത്രകേതു പ്രധാനാഹ പുത്രാഹ ജഗ്നിരേ തേ അമരാഹ സപ്തബ്രഹ്മർഷയഃ. ഊർജായം ജഗ്നിരേ പുത്രാവശിഷ്ടഫ്യപരന്തവാം ചിത്രകേതു പ്രധാനാസ്തേ സപ്തബ്രഹ്മർഷയോമലാം ഊർജായം ജഗ്നിരേ പുത്രാവശിഷ്ടഫ്യപരന്തവാം ചിത്രകേതു പ്രധാനാസ്തേ സപ്തബ്രഹ്മർഷയോമലാഃ. ചിത്രകേതു പുരോജിശ്ച വിരജാമിത്രേവചാം ഉൽബണോ വസുഭൃദ്യാനോദ്യുമാൻ ശക്ത്യാദയോപരേ. മറ്റുള്ളവരുടെ പേര് ചിത്രകേതു, സുരോജിഫ്, വിരജഫ്, മിത്രൻ, ഉൽബണൻ, വസുഭൃദ്യാനൻ, ദ്യുമാൻ. ഇതാണ് 7 പേര്. ഇവർ 7 സപ്തർഷിമാരാണ്. അടുത്ത മന്വന്തരത്തിലുള്ളത്. പേര് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇന്നത് ചിത്രകേതു സുരോജിശ്ച വിരജാമിത്രേവചാം ഉൽബണോ വസുഭൃദ്യാനോ ദ്യുമാൻ ശക്ത്യാദയോപരേ. ചിത്രകേതു സുരോജിശ്ച വിരജാമിത്രേവചാം ഉൽബണോ വസുഭൃദ്യാനോ ദ്യുമാൻ ശക്ത്യാദയോപരേ. ചിത്തിസ്ത്വധർവണ പത്നി ലേഭേ പുത്രം ധൃതൗവ്രതം ദധ്യഞ്ജം അശ്വശിരഫം ഭഗോർവംശം നിബോധമേ. നിം ചിത്തിഹിതു അഥർവണ പത്നി. അഥർവാവിന്റെ പത്നിയായ ചിത്തി. ഇവർക്ക് ശാന്തി എന്നൊരു പേരുണ്ട്. ചിത്തി എന്നും ശാന്തി എന്നും. അഥർവാവിന്റെ പത്നിയാണ്. ആ അഥർവാവിനെ ചിത്തിയിൽ ധൃതൗവ്രതം പുത്രം ലേഭി. ധൃതൗവ്രതൻ എന്നൊരു പുത്രൻ ലഭിച്ചു. അവനാകട്ടെ ദധ്യഞ്ജം അശ്വശിരഫം. അവൻ കുതിരയുടെ മുഖം ഉള്ളവനാണ്. അശ്വശിരഫം കുതിരയുടെ മുഖം വെച്ചവനാണ്. ദധ്യങ് എന്നൊരു മുനിയെ ജനിപ്പിച്ചു. ഇനി ഞാൻ ഭൃഗുവിന്റെ വംശം പറയാം, കേട്ടോളൂ. അഥർവന്റെ വംശം ഇത്രയേ ഉള്ളൂ. ഓരോരുത്തർക്കും ഒരാൾക്ക് 60,000, ഒരാൾക്ക് 2, ഒരാൾക്ക് 1, ഒരാൾക്ക് 6 എന്നിങ്ങനെ ഓരോ വിഭാഗങ്ങളായിട്ട് പറഞ്ഞു തരും. ചിത്തിസ്ത്വധർവണ പത്നി ലേഭേ പുത്രം ധൃതൗവ്രതം ദധ്യഞ്ജമശ്വശിരഫം ഭൃഗോർവംശം നിബോധമേ. അഥർവണ പത്നി ചിത്തി പുത്രം ലേഭേ. ധൃതൗവ്രതം പുത്രം ലേഭേ. അശ്വശിരഫം ദധ്യൻ ച ഭൃഗോഹ വംശം മേ നിബോധ. ചിത്തിസ്ത്വധർവണ പത്നി ലേഭേ പുത്രം ധൃതൗവ്രതം ദധ്യഞ്ജമശ്വശിരഫം ഭൃഗോർവംശം നിബോധമേ. ചിത്തിസ്ത്വധർവണ പത്നി ലേഭേ പുത്രം ധൃതൗവ്രതം ദധ്യഞ്ജമശ്വശിരഫം ഭൃഗോർവംശം നിബോധമേ. ഭൃഗുഖ്യാതം മഹാഭാഗപത്ന്യം പുത്രാൻ അജീജനത് ധാതാരം ച വിധാതാരം ശ്രീം ച ഭഗവത്പരാം. ഭൃഗു ഖ്യാത. ഭൃഗുവിനെ ഖ്യാത എന്ന പത്നി, ഖ്യാത എന്നുള്ള പത്നിയുടെ പേരാണ്, എന്ന പത്നിയിൽ ഭൃഗു ഖ്യാതാം പത്ന്യാം മഹാഭാഗ ഭൃഗു. ഭൃഗുവിന് വിശേഷം കൊടുത്താണ്. മഹത്തായ ഭാഗ്യമുള്ളവനായ ഈ ഭൃഗുവിന് ഖ്യാതി എന്ന പത്നിയില് പുത്രാൻ അജീജനത് പുത്രന്മാരെ ജനിപ്പിച്ചു. ധാതാരഞ്ച വിധാതാരം ശ്രീയഞ്ച ഭഗവത്പരാം. ഭഗവത്പരന്മാരായ, ഭഗവാനിൽ തൽപരന്മാരായ ധാതാവിനെയും വിധാതാവിനെയും ശ്രീയം ച ശ്രീദേവിയെയും പുത്രന്മാരായിട്ട് അജീജനത് ജനിപ്പിച്ചു. ഭാഗ്യവാന ആണ് എന്ന് പറഞ്ഞത് ഇതുകൊണ്ട് തന്നെയാണ്.
ധാതാവ് വിധാതാവ് എന്നു പേരുള്ള 2 പുത്രന്മാർ. ബ്രഹ്മാവിന്റെ പര്യായപദങ്ങളായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്, പക്ഷെ ഇവിടെ പുത്രന്മാരുടെ പേരാണ്. എന്ന 2 പുത്രന്മാർ ധാതാരം വിധാതാരം ച ശ്രിയം ച ഭഗവത്പരാം. ശ്രീദേവിയെയും ഭഗവാനിൽ തൽപരയായ ഐശ്വര്യദേവതയായ ശ്രീദേവിയെയും പുത്രം ച ഭഗവാനെ വിട്ടുപിരിയാതിരിക്കുന്ന ശ്രീദേവി എന്ന ഒരു പുത്രിയും ഉണ്ടായി. 2 പുത്രനും ഒരു പുത്രിയും ഉണ്ടായി. ഭൃഗുഖ്യാതം മഹാഭാഗ പത്ന്യാം പുത്രാനജീജനൻ ധാതാരം ച വിധാതാരം ശ്രിയം ച ഭഗവത്പരാം. മഹാഭാഗഃ ഭൃഗുഃ ഖ്യാതാം പത്ന്യാം ധാതാരം വിധാതാരം ഭഗവത്പരാം ശ്രിയം ച പുത്രാൻ അജീജനത്. ഭൃഗുഖ്യാതം മഹാഭാഗ പത്ന്യാം പുത്രാനജീജനൻ ധാതാരം ച വിധാതാരം ശ്രിയം ച ഭഗവത്പരാം. ഭൃഗുഖ്യാതം മഹാഭാഗ പത്ന്യാം പുത്രാൻ അജീജനത് ധാതാരം ച വിധാതാരം ശ്രിയം ച ഭഗവത്പരാം. ആയതിം നിയതിം ചൈവ സുതേമീരുസ്തയോരതയോരതാം താഭ്യം തയോരഭവതാം മൃകണ്ഡപ്രാണേവ ചാം. ആയതിം നിയതിം ചൈവ ഫുതേ മേരുഹു തയോഹു അദാത്. മേരുദേവൻ തയോഹു ആ 2 പേർക്ക് ആയതി നിയതി എന്ന ആയതിം നിയതിം ച എന്നു പേരായ പുത്രിമാരെ അതാത് കൊടുത്തു. മേരുദേവൻ ആയതി നിയതി എന്ന പേരായ തൻ്റെ 2 പുത്രിമാരെ ധാതാവിനും വിധാതാവിനും കൊടുത്തു. താഭ്യാം അവരിൽ തയോഹോ അവർ 2 പേരിലും അഭവതാം ഉണ്ടായി മൃകണ്ഡ പ്രാണയേവച മൃഗണ്ഡനെന്നും പ്രാണെന്നും 2 പുത്രന്മാർ അവർക്കും ഉണ്ടായി. ഇതിങ്ങനെ ആ പരമ്പരയുടെ കഥ പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. ആയതിം നിയതിം ജൈവ ഫുതേമീരുസ്തയോരതാത് താഭ്യം തയോരഭവതാം മൃഗണ്ഡ പ്രാണേവചാം. മേരുഹു തയോഹോ ആയതിം നിയതിം ഏവ ഫുതേ അതാത് താഭ്യാം തയോഹോ മൃഗണ്ഡഃ പ്രാണഃ ഏവ ച അഭവതാം. ആയതിം നിയതിം ചൈവ ഫുതേ മേരുസ്തയോരതാത് താഭ്യം തയോരഭവതാം മൃഗണ്ഡ പ്രാണേവ ചാം. ആയതിം നിയതിം ചൈവ ഫുതേ മേരുസ്തയോരതാത് താഭ്യം തയോരഭവതാം മൃഗണ്ഡ പ്രാണേവ ചാം. മാർക്കണ്ഡേയോ മൃഗണ്ഡസ്യാം പ്രാണാത് വേദശിരാമുനിം കവിശ്ച ഭാർഗവോയുഫ്യ ഭഗവാൻ ഉശനാഫുതാം. മൃഗണ്ഡസ്യ അതിൽ മൃഗണ്ഡന് ഒരു പുത്രനുണ്ടായി, മാർക്കണ്ഡേയൻ എന്നു പേര്. മൃഗണ്ഡസ്യ മാർക്കണ്ഡേയോ പ്രാണാത് വേദശിരാമുനി പ്രാണനിൽ നിന്നും വേദശിരഫ് എന്ന മുനി ഉണ്ടായി. മൃഗണ്ഡന് മാർക്കണ്ഡേയനുണ്ടായി, പ്രാണന് വേദശിരഫ് എന്ന മുനി എന്ന പുത്രനുണ്ടായി. കവിശ്ച ഭാർഗവോയസ്യ ഭഗവാൻ ഉശനാഫുതഹാം. ഭാർഗവ പിന്നെ ഭൃഗുവിന്റെ പുത്രനായിട്ട് കവിച കവിയുണ്ടായി. ഇഫ്യ യാതൊരുവന്റെ ഫുതഹ പുത്രൻ ഭഗവാൻ ഉശനാഹ ഉശനഫ് എന്നു പേര്. കവിയുടെ പുത്രനാകുന്നു ഗുണസമ്പൂർണനായ ഉശനഫ് എന്ന ശുക്രമുനി. ശുക്രമുനിക്ക് മറ്റു പേരുണ്ട്, ഉശനഫ് എന്നാണ്. അപ്പം മൃഗണ്ഡനിൽ നിന്നും മാർക്കണ്ഡേയനുണ്ടായി, പ്രാണനിൽ നിന്നും വേദശിരഫ് ഉണ്ടായി. ഇവർ 2 പേരും മുനിമാരുമാണ്. ഭൃഗുവിന് കവി എന്നു പേരുള്ള പുത്രനുണ്ടായി. കവിയുടെ പുത്രനാണ് ശുക്രമുനി അല്ലെങ്കിൽ ഉശനഫ്. മാർക്കണ്ഡേയോ മൃഗണ്ഡസ്യ പ്രാണാത് വേദശിരാമുനി കവിശ്ച ഭാർഗവോയുഫ്യ ഭഗവാൻ ഉശനാഫുതാം. മൃഗണ്ഡസ്യ മാർക്കണ്ഡേയഃ പ്രാണാത് വേദശിരഃ മുനിഃ ഭാർഗവഃ കവിഃ ച യഫ്യുഫുതഃ
ഭഗവാൻ ഉശനാഹ. മാർക്കണ്ഡേയോ മൃകണ്ഡസ്യ പ്രാണാദ്വേദശിരാമുനിം കവിശ്ച ഭാർഗവോ വൈഫ്യ ഭഗവാൻ ഉശനാഫുതാം. മാർക്കണ്ഡേയോ മൃകണ്ഡസ്യ പ്രാണാദ്വേദശിരാമുനിം കവിശ്ച ഭാർഗവോ വൈഫ്യ ഭഗവാൻ ഉശനാഫുതാം. സർവേ തേ മുനയക്ഷത്രലോകൻ സർഗീരഭാവയൻ ഏഷ കർദ്ദമദൗഹിത്ര സന്താനകഥിതസ്തവാം ശൃണ്വത ശ്രദ്ധാനസ്യ പാപഹരപ്പരാം. സർവേ തേ മുനേഹ, ആ എല്ലാ മുനിമാരും ക്ഷത്തഹ, വിതുരരെ വിളിച്ചാണ്. വിതുരരുടെ മറ്റു പേരാണ് ക്ഷത്താവ്. അതിൻ്റെ സംബോധനയാണ് ക്ഷത്തഹ എന്ന്. വിസർഗം എന്ന രേഖമായിട്ട് മാറിയെന്നേ ഉള്ളൂ. ക്ഷത്തർ ലോകാൻ സർഗൈഹി അഭാവയൻ, സൃഷ്ടികളെ കൊണ്ട് ലോകത്തെ ഭവിപ്പിച്ചവരാണ് അവർ. സർഗൈഹി, സൃഷ്ടികളാൽ, ലോകാൻ, ലോകങ്ങളെ, അഭാവയൻ, അഭിവൃദ്ധിപ്പെടുത്തി, ഭവിപ്പിച്ചു. ഈ പറഞ്ഞ മുനിമാരെല്ലാം അവരവരുടേതായ സൃഷ്ടികർമ്മങ്ങളെ വളർത്തി വലുതാക്കി ലോകത്തെ സമ്പൂർണമാക്കി മാറ്റി അവർ. സർവേ തേ മുനയക്ഷത്ര ലോകൻ സർഗൈരഭാവയൻ ഏഷ കർദ്ദമദൗഹിത്രസന്താന കഥിതസ്തവാം. കർദ്ദമപുത്രിമാരുടെ സന്താനങ്ങളോടുകൂടിയ ഈ വംശത്തെ, കർദ്ദമ ദൗഹിത്ര, കർദ്ദമപുത്രിയുടെ സന്താനത്തെ, ആ പരമ്പരകളെ തവ കഥിത, അങ്ങോട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ശൃണ്വത, കേൾക്കുന്നവർക്കും, ശ്രദ്ധാനസ്യ, ശ്രദ്ധയോടെ കേൾക്കുന്നവർക്ക്, സദ്യ, പെട്ടെന്ന്, പാപഹരപ്പര, അവർക്ക് പെട്ടെന്ന് പാപത്തെ ഇല്ലാതാക്കാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞ വംശപരമ്പരയുടെ കഥ. ഋഷിമാരുടെ പേരെങ്കിലും ഒരിക്കൽ ഉച്ചരിക്കാൻ സാധിച്ചാൽ മതി, അത് പുണ്യമാണ്, പാപഹരമാണ്. അതുകൊണ്ടാണ് പല മന്ത്രങ്ങൾക്കും ഋഷിച്ഛന്തോ ദേവതകൾ ഋഷിയുടെ പേര് സ്മരിച്ചാണ് തുടങ്ങുക. ഋഷിയുടെ പേര് പറയുക. വേദവ്യാസൻ, നാരദൻ, ഇതിങ്ങനെ കുറേ ചൊല്ലിയാലും മതി. ഈ പേരുകൾ ആവർത്തിച്ച് പറയുന്ന നാമം ചൊല്ലുന്നത് പോലെ തന്നെ സർവ പാപഹരപ്പര, അത് പറയുകയോ ശ്രദ്ധയോടെ കേൾക്കുകയോ ചെയ്യുന്നവർക്ക് ഈ എന്താണ്, ബ്രഹ്മാവിൽ നിന്നുണ്ടായ 9 മഹർഷിമാരുടെ പേരാണ് ഈ പറഞ്ഞ മുഴുവൻ. അവരുടെ സന്താന പരമ്പരകളെ കുറിച്ചാണ് പറഞ്ഞത്. മരീചി, അത്രി, അങ്കിരഫ്, പുലസ്തൻ, പുലഹൻ, പ്രഭു, വസിഷ്ഠൻ, ഭൃഗു, അങ്കിരഫ് എന്നിങ്ങനെ ഇത്രയും പേര് ഈ പേര് പറയുക, അവരുടെ സന്താനങ്ങളുടെ പേര് പറയുക. ഇത് കേൾക്കുകയോ പറയുകയോ ചെയ്യാൽ എല്ലാ പാപത്തെയും ഇല്ലാതാക്കുന്നതാണ് എന്ന് വിതുരന്റെ ആഗ്രഹമനുസരിച്ച് ഈ സന്താന പരമ്പരകളെ കൊണ്ട് ലോകത്ത് നിറഞ്ഞ കഥ പറഞ്ഞു കൊടുത്തു. കർദ്ദമുനിയുടെ പുത്രിമാരിൽ നിന്നുമുണ്ടായ ഈ വംശത്തില് ആരും ധർമ്മത്തിൽ നിന്നും വ്യതിചരിച്ചു പോവാതെ വേദോക്തങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അവരെ മഹാത്മാക്കളായിട്ട് മാത്രമേ ജനിച്ചു. അവരുടെ ജീവചരിത്രം ഞാൻ ചുരുക്കി നിന്നോട് പറഞ്ഞിരിക്കാം. ഇത് ശ്രദ്ധയോടെ കേൾക്കണം. അവർക്ക് പാപം നശിക്കും എന്ന് പറഞ്ഞത് ശ്രവണത്തിൻ്റെ ഫലം ഇതാണ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് നിരന്തരമായി കഴിയുമ്പോഴൊക്കെ ഈ പേരുകൾ ഉച്ചരിച്ചുകൊള്ളൂ. സർവേ തേ മുനയ ക്ഷത്ര ലോകൻ സർഗൈരഭാവയൻ ഏഷകർദ്ദമദൗഹിത്രസന്താനകഥിതസ്തവാം ശൃണ്വത ശ്രദ്ധാനസ്യ സദ്യ പാപഹരപ്പരാം. ഹേ ക്ഷത്തഃ, തേ സർവേ മുനയഃ സർഗൈഃ ലോകാൻ അഭാവയൻ കർദ്ദമദൗഹിത്രസന്താനഃ ഏഷഃ തവ കഥിതഃ ശ്രദ്ധാനസ്യ ശൃണ്വതഃ സദ്യ പാപഹരഃ. സർവേ തേ മുനയക്ഷത്രലോകാൻ സർഗൈരഭാവയൻ ഏഷകർദ്ദമദൗഹിത്രസന്താനകഥിതസ്തവാം ശൃണ്വത ശ്രദ്ധാനസ്യ സദ്യ പാപഹരപ്പരാം. സർവേ തേ മുനയക്ഷത്രലോകാൻ സർഗൈരഭാവയൻ ഏഷകർദ്ദമദൗഹിത്രസന്താനകഥിതസ്തവാം
ശൃണ്വത ശ്രദ്ധാനഭ്യുപദ്യ പാപഹരപ്പരാം എന്നിങ്ങനെ മനുവിൻ്റെ ആദ്യത്തെ രണ്ട് പുത്രിമാരുടെ സന്താന പരമ്പരകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ പുത്രിയായ പ്രസൂതിയുടെ ജന്മ പരമ്പരകളാണ് പറയാൻ പോകുന്നത്. അതിൽ നിന്നുമാണ് ദക്ഷൻ എന്ന പ്രജാപതി ഉണ്ടായ കഥ. അങ്ങനെ വരുമ്പോൾ ദക്ഷൻ്റെ പരമശിവന്റെ കഥ ഇനി പറയാൻ പോവാണ്. നമുക്ക് അടുത്ത ദിവസത്തേക്ക് ഇത് മാറ്റിവെക്കാം, കാരണം ഈ വിഷയം ഇന്നിവിടെ തീർന്നു. ഇനിയും അടുത്ത പ്രസൂതി എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത് പ്രസൂതി എന്ന മനുപുത്രിയുടെ ജന്മ പരമ്പരകളെ കുറിച്ചാണ്. ദക്ഷനെ വിവാഹം കഴിച്ചു, അതിൽ പുത്രിമാരുണ്ടായി എന്നൊക്കെ പറഞ്ഞു ആ കഥയാണ് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. ഉപസംഹരിച്ചതിന് ശേഷം സംശയങ്ങൾ ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.